ത്രയോദശിക്കാണല്ലോ പ്രദോഷം വരിക. ദ്വാദശി കഴിഞ്ഞ് ത്രയോദശി കയറുമ്പോഴുള്ള സന്ധ്യയ്ക്കാണ് നമ്മൾ പ്രദോഷം എന്ന് പറയുന്നത്. പ്രദോഷിച്ച ഏറ്റവും ദോഷം കൂടിയ സമയം, പുണ്യസമയമേ അല്ല. കുംഭമേള പോലെയാണ്. അപ്പോൾ ഇന്നലെ ആയിരുന്നു കുംഭമേളയുടെ പ്രധാന ദിവസം, മൗനി അമാവാസ്യ. ഏറ്റവും മോശം ദിവസമാണ് പ്രപഞ്ചത്തിൽ. മരണം നടക്കും. സൂര്യൻ ഏറ്റവും മോശം, ശരീരത്തിനെ കുറിക്കുന്ന, ശരീരത്തിൻ്റെ ഗ്രഹങ്ങൾ മോശമായിട്ട് നിൽക്കുന്ന വ്യക്തികൾക്ക് മരണം സംഭവിച്ചിരിക്കും. എല്ലാ മൗനി അമാവാസിക്കും കുംഭമേളകളിൽ അപകടം ഉണ്ടായിട്ടുണ്ട്. 1954 ഒറ്റ 800 പേരെ മരിച്ചു പോയത്. അത് വെറും ആൾത്തിരക്കിൻ്റെ വിഷയം മാത്രമല്ല, ആ സമയത്ത് ബുദ്ധി വർക്ക് ചെയ്യില്ല, ഉന്തും തള്ളും ഉണ്ടാവും, മനസ്സ് പടയ്ക്കും, ടെൻഷൻ വരും. അപ്പോഴാണല്ലോ ഉന്തും തള്ളും ഉണ്ടാവുന്നത്. അത് ഞാൻ വിസ്തരിച്ച് പറഞ്ഞിട്ട് എന്തുകൊണ്ടാണെന്ന്. വ്യാഴം ഏറ്റവും മോശം. വ്യാഴം ഇടവരാശിയിൽ, വ്യാഴം ശത്രുക്ഷേത്രത്തിൽ. വ്യാഴം എന്താ? നമ്മുടെ ബുദ്ധിയാണ്, ഗുരുത്വമാണ് അല്ലേ? സൂര്യൻ ആത്മാവ്, അച്ഛൻ, ശരീരം, അതൊക്കെ തേജസ്, ഇതൊക്കെ. സൂര്യൻ നിൽക്കുന്നത് മകരത്തിൽ, ശത്രുക്ഷേത്രമാണ്, ശനിയുടെ രാശിയാണ്. അമാവാസിയാണ്. ചന്ദ്രൻ മനസ്സാണ്, പൂജ്യം ബലാണ്, മനസ്സിന് ബലം. അപ്പോൾ ചന്ദ്രനാര അമ്മയാണ്. മാതാ പിതാ ഗുരു മൂന്നുമില്ല. മൂന്നും ഏറ്റവും വേഴ്സ്റ്റ് അവസ്ഥയിൽ നിൽക്കുകയാണ്. അത് 144 കൊല്ലം കൂടുമ്പോൾ അതിഭീകരമായിട്ടുള്ള അവസ്ഥയാണ്. ഏറ്റവും ഡൗൺ ആയിട്ടുള്ള ദിവസമായിരുന്നു ഇന്നലെ പ്രപഞ്ചത്തിൽ. അങ്ങനെ നിൽക്കുന്ന ഒരു സമയത്ത് വിശേഷമായിട്ടുള്ള സ്നാനം ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ ഈ ഭഗവാന്റെ താണ്ഡവത്തിൻ്റെ ധ്യാനം നമ്മൾ ചെയ്യേണ്ടത് നിത്യേന സന്ധ്യയ്ക്ക്. പ്രകാശം പോയി ഇരുട്ട് വരണ സമയത്തിനാണ് സന്ധ്യ. വൈകിട്ട് 4:30 തൊട്ട് 6:30 വരെയാണ് ശരിക്ക് പ്രദോഷ സമയം. 6:30 കഴിഞ്ഞാൽ രാത്രിയുടെ ആരംഭമായി. 6 മണി കഴിഞ്ഞാൽ തന്നെ തുടങ്ങി. 6, 8, 9 ഒന്നാമത്തെ യാമാണ് രാത്രിയുടെ. അതിൻ്റെ പകുതി 7:30, അതാണ് അർദ്ധയാമം. ശിവൻ അർദ്ധയാമത്തിലെ പൂജ പല ക്ഷേത്രങ്ങളിൽ, വിശേഷം കൽപ്പാത്തിയിലുണ്ട്, ചിദംബരത്തുണ്ട്, നേപ്പാളിലെ പശുപതിനാഥ് ക്ഷേത്രത്തിലുണ്ട്. അർദ്ധയാമം കഴിഞ്ഞാൽ പിന്നെ അമ്പലത്തിൽ നിൽക്കരുത്. നമ്മുടെ കാലത്താണ് 7 മണി കഴിഞ്ഞാൽ ആൾക്കാർ അമ്പലത്തിൽ നിൽക്കുന്നത്. ശിവക്ഷേത്രങ്ങളിൽ 7:30 കഴിഞ്ഞാൽ പിന്നെ ആൾ പാടില്ല എന്നാണ്. കാരണം ഭൂതങ്ങൾക്കുള്ള സമയമാണ്. പുലർച്ചെ 3 മണി, 2:30, 3 മണി വരെ പിന്നെ അവർക്ക് പിന്നെ അവിടേക്ക് മനുഷ്യൻ കടക്കരുത്. അപ്പോൾ ഭഗവാൻ ആ സമയത്ത് ആ താണ്ഡവം നടത്തുന്നു, ആ നൃത്തം നടത്തുന്നു എല്ലാ ദിവസവും. അത് പ്രദോഷ നടനം എന്ന് പറയുന്നു. എന്തിനാണ് നടത്തുന്നത്? നമ്മൾ ഏറ്റവും കൂടുതൽ ലെത്താർജി വരുന്ന സമയമാണ്. എന്തുകൊണ്ടാണ് സന്ധ്യയ്ക്ക് നാമഞ്ചലനം പറഞ്ഞത്? നമ്മുടെ നോക്കിയിട്ടോ, നമ്മുടെ മനസ്സ് ഏറ്റവും വീഴുന്ന സമയമാണ് സന്ധ്യാനേരം. വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടാൻ തോന്നും, അല്ലെങ്കിൽ എവിടേക്കെങ്കിലും പോകണം. അതിനോടൊരു അമ്പലത്തിൽ പോയാലോ ഒരു വിളക്ക് വെച്ച് ജപിച്ചാലോ മനസ്സ് ഏറ്റവും ഡൗൺ ആവുന്ന സമയമാണ് പ്രദോഷ സമയം, വൈകുന്നേരം. അത് തന്നെ എല്ലാ 15 ദിവസം കൂടുമ്പോഴും വരുമ്പോൾ ദ്വാദശി കഴിഞ്ഞ് ത്രയോദശി കയറുമ്പോൾ കുറച്ചുകൂടെ ദോഷമായി, കുറച്ചുകൂടെ മോശമാണ്. അത് കഴിഞ്ഞ് കറുത്തപക്ഷത്തിലെ ത്രയോദശി പ്രദോഷമാണെങ്കിലോ പിന്നെയും കുറെ കൂടെ ദോഷമായി, മനസ്സ് പോയി. അത് ശനിയാഴ്ച വന്നാലോ, ശനിപ്രദോഷമായാലോ കയ്യിൽ നിന്ന് പോയി. അതുകൊണ്ടാണ് ശനിപ്രദോഷം ലളിതമായ ജീവിതമായിരിക്കണം ആ ദിവസം. കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഭക്ഷണം കഴിക്കരുത്. നോൺ വെജ് ഒക്കെ കഴിക്കുമ്പോൾ എന്താ വെച്ചാൽ കൂടുതൽ ഊർജ്ജം വേണം ശരീരത്തിന് ദഹിപ്പിക്കാൻ. അതുകൊണ്ടാണ് നോൺ വെജ് കഴിക്കരുതെന്ന് പറയുന്നത്. കൂടുതൽ ഊർജ്ജം ആവശ്യമാണ് ദഹിപ്പിക്കാൻ. അപ്പം ശനിപ്രദോഷം പോലുള്ള സമയങ്ങളിലും ഏത് പ്രദോഷത്തിലും എല്ലാ വൈകുന്നേരങ്ങളിലും ഈ മഹാദേവന് ഇത്രയ്ക്ക് പ്രാധാന്യം കൊടുക്കുകയും താണ്ഡവത്തിന് പ്രാധാന്യം കൊടുക്കുകയും ചെയ്തിരിക്കുന്ന കാരണം ഇതാണ്.